ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂംസ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമിൻ്റെ മെയിൻ ഹാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മെയിൻ ഹാളിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഹാളിൽ കൊടുത്തതുപോലെ തന്നെ താഴെയും ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു വലിപ്പമുള്ളൊരു സോഫയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ടേബിളും കൊടുത്തിട്ടുണ്ട്, 4 ചെയറും ഉണ്ട്. നമുക്ക് തൊട്ടപ്പുറം തന്നെ കിച്ചണൊക്കെ വരുന്നത് കൊണ്ട് കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് അത് കഴിക്കാൻ പറ്റും. ഇനി ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റീസും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നിങ്ങൾക്ക് വാഷ് ബേസ് കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡിലാണ് കോമൺ ആയിട്ടുള്ളൊരു കിച്ചൺ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കിച്ചണിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് കൂടി കണ്ടിട്ട് വരാം. ഇതാണ് കിച്ചൺ. കിച്ചണിൽ നിങ്ങൾക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങളും അതേപോലെ തന്നെ ഇലക്ട്രിക് കെറ്റിൽ, വെള്ളം ചൂടാക്കി കുടിക്കാൻ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ചെറിയ ഷുഗർ അതേപോലെ തന്നെ സാൾട്ട് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരിവിടെ കബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഹാളിൻ്റെ സൈഡിലായിട്ട് അവർ നമുക്കൊരു കോമൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കണ്ട സെയിം മൗണ്ടെയിൻ വ്യൂ കുറച്ച് താഴെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കുറച്ചുകൂടെ വൈഡ് റേഞ്ചിലുള്ള ഒരു കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. മുകളിലാണെങ്കിൽ നമുക്ക് ചുറ്റും അത്ര കാണാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല ഫോഗ് കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ ബാൽക്കണിയിലേക്ക് നോക്കുവാണെങ്കിൽ അവർ ചെറിയ ചെടിച്ചട്ടിയിൽ കുറച്ച് നല്ല ചെടികളൊക്കെ കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടതേ ഉള്ളതെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡനായിട്ട് അത് മാറും. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഗ്ലാസ് വിൻഡോസ് ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇനി നമുക്ക് റൂംസ് ഒന്ന് കണ്ടിട്ട് വരും. ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ റൂമാണിത്. റൂം നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന റൂം പോലെ തന്നെ സെയിം സ്ട്രക്ചറാണ്, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. റൂമിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഷെൽഫ് കൊടുത്തിരിക്കുന്നത് കാണാം. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇലക്ട്രിക് കെറ്റിലും ടീ സപ്ലൈസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂമൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഫ്രെയിമൊക്കെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബെഡിൻ്റെ 2 സൈഡിലായിട്ട് 2 മിനി ടേബിളും അതിനോട് അടുപ്പിച്ചിട്ട് തന്നെ ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തത് നമുക്ക് കാണാം. മൊബൈൽ ഫോണൊക്കെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. റൂമിൽ ഫാനോ അല്ലെങ്കിൽ AC ഒന്നും തന്നെ ഇല്ല. അതേപോലെ ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് കിടന്നുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ TV കൂടെ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലാണെങ്കിലും എല്ലാ റൂമിലാണെങ്കിലും നമുക്ക് TV കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈഫൈയും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഭാഗത്തായിട്ട് ഒരു വേസ്റ്റ് ബിന്നും കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊണ്ടുപോയിട്ടിടുക. ഓക്കെ, ഇനി ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ മുകളിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂം കണ്ടാണ്. ഈ ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. വളരെ ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഉള്ളിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ബാംബു ഗാർഡൻ കൊടുത്തത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് വലിപ്പമുണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് ഒക്കെ പക്കയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു മൗണ്ടെയിൻ വ്യൂ തന്നെയാണ്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാം. ഇവിടെ വന്ന് ഈ ഒരു ചെയറിലിരുന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ പറ്റും. ഈ സൺറൈസ് ആണെങ്കിലും സൺസെറ്റ് ഒക്കെ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു റൂമാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ, ഈ ഒരു റൂമാണ് ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും നിങ്ങൾ എത്ര പേരുണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ മുഴുവനായിട്ടും കൃത്യമായിട്ട് അതിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലുള്ള ഒരു റൂം കൂടെ കണ്ടിട്ട് വരാം.